ഒരുപാട് അടിമത്വത്തിന്റെ നുഖങ്ങൾ പേറിയ ഒരു സമുദായം മുന്നോട്ടുള്ള കുതിപ്പിൽ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ ഈ ചരിത്രപരമായിട്ടുള്ള മുഹൂർത്തത്തിൽ നമ്മുടെ തോളുകളിലേക്ക് നുഖങ്ങൾ വീണ്ടും ചാർത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മാധ്യമങ്ങൾ എന്തേ ഇത്രമാത്രം ക്രൂരമായ ഇടപെടലുകൾ നടത്തുന്നു ഈ സമുദായത്തിനു നേരെ? ലവ് ജിഹാദിനെ കുറിച്ചവർ പറഞ്ഞപ്പോ ലവ് ജിഹാദ് എന്നുള്ള പദം പോലും ഒലക്കയും പാന്തവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചതുപോലെയുള്ള ഒരു പദം. എന്താണ് ജിഹാദും ലവും തമ്മിൽ? പ്രണയത്തിന്റെ ജിഹാദിന്റെ ഒരു റൊമാന്റിക് വേർഷൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും അതിനു വേണ്ടി കഥകൾ മെനയുകയും ചെയ്യുന്നത് ഇവിടെയുള്ള പൈങ്കിളി പ്രസിദ്ധീകരണങ്ങളല്ല. കേരളത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി, ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി, കേരളത്തിലെ സാമൂഹികമായ ഘടന കെട്ടിപ്പടുക്കുന്നതിൽ സുത്യർഹമായിട്ടുള്ള സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള പത്രങ്ങൾ, ആ പത്രങ്ങൾ പോലും നമുക്കറിയാം. കേരളത്തിലെ പ്രസിദ്ധമായ പത്രം മാതൃഭൂമി. ആ മാതൃഭൂമിക്ക് വേണ്ടി പണം പിരിക്കുവാനായി KP കേശവമേനോൻ തെക്കൻ നാടുകളിലേക്ക് പോയപ്പോ KP കേശവന്റെ വലങ്കയായി കൂടെയുണ്ടായിരുന്നത് ഒരു മൗലവിയായിരുന്നു. ആരായിരുന്നു ആ മൗലവി എന്നൊരു പക്ഷേ മാതൃഭൂമിയുടെ ചരിത്രം എഴുതുന്നവർ ഒരുപക്ഷെ അനുസ്മരിച്ചേക്കില്ല. പക്ഷേ ഞങ്ങൾക്കത് മറക്കാനാവില്ല. അത് കേരള നദവത്തുൽ മുജാഹിദീന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവിയായിരുന്നു. അഥവാ അവർ കെട്ടിപ്പടുത്ത, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പല സംഘടനകളുടെയും സാമുദായിക പ്രസ്ഥാനങ്ങളുടെയും ആദ്യകാല നേതാക്കളുടെ വിയർപ്പും പണവുമുണ്ട് അതിന്റെ പിന്നിൽ. ആ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ പത്രത്തിന്റെ പാരമ്പര്യത്തിനെ നോക്കൂ. ചരിത്രത്തിൽ നിന്നവർ അടർന്നു മാറിപ്പോകുന്നു. ചരിത്രത്തിലേക്ക് അവരും പിന്തിരിഞ്ഞു പോകേണ്ടതുണ്ട്. അപനിർമ്മിതികൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു പോവുക. പ്രിയപ്പെട്ടവരെ, നവോത്ഥാനം അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നു. എന്താണ് നവോത്ഥാനം? ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു പോവുക. നമുക്ക് കാണാം സുന്ദരമായ ആ നവോത്ഥാനം. എന്തായിരുന്നു അത്? ഉഖാദ് എന്ന് പറയുന്ന ചന്തയിലേക്ക് തന്റെ കൈക്കരുത്തുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനായി കടന്നു വന്ന ഉമർ, ആളുകളുടെ സമ്പത്തിനെ കവർന്നെടുത്തിരുന്ന ഉമർ, ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആളുകളുടെ സമ്പത്തിന്റെ കാവൽക്കാരനായി മാറി രാത്രിയിൽ ഉറങ്ങാതെ നടന്നു പോകുന്ന ഉമർ, ഉഖാദ് എന്ന് പറയുന്ന ചന്തയിലെ ആ കൈക്കരുത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുത്തിരുന്ന മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാം കടന്നുപോയപ്പോ നവോത്ഥാനം ചുറ്റുപാടിലും സംഭവിച്ചു. ആ നവോത്ഥാനം, പ്രവാചകരെ ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട് എന്ന് ആര് ചോദിച്ചു? പ്രവാചകന്റെ അനുയായികൾ. എന്തായിരുന്നു അവരുടെ ചോദ്യം? ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശവശരീരത്തിലെ മുന്തിരിവള്ളികൾക്ക് താഴെ നിങ്ങൾ മറവ് ചെയ്യുക എന്ന് പാടിയിട്ടുള്ള കവികൾ. കാരണം ഞങ്ങളുടെ നുരുമ്പിക്കുന്ന എല്ലുകൾക്ക് മുന്തിരിവള്ളികളുടെ വേരുകളിലൂടെ അതിന്റെ ലഹരി ആസ്വദിക്കാമല്ലോ എന്ന് പാടിയിട്ടുള്ള കവികൾ. ആ കവികൾ ജീവിച്ച നാട്ടിൽ മദീനത്തിന്റെ തെരുവിലൂടെ ഒരു പിഞ്ചുകുട്ടി ഓടിപ്പോയത്രേ. മദ്യം നിരോധിച്ചിരിക്കുന്നു. അവർ കാത്തുനിന്നില്ല. ഒരു ഡേറ്റ് വരെ പ്രവാചകൻ നീട്ടിക്കൊടുക്കുമെന്നവർ ആഗ്രഹിച്ചിട്ടില്ല. കുടിച്ചവർ തൊണ്ടയിലേക്ക് വിരലിട്ടുകൊണ്ട് ഛർദ്ദിച്ചു കളഞ്ഞു. മദ്യത്തിന്റെ ദീപകളെ തകർത്തു കളഞ്ഞു. കൈവെള്ളയിലേക്ക് തീക്കട്ട വെച്ചതുപോലെ പിന്തിരിഞ്ഞോടിയവർ പിന്നീട് പ്രവാചകനോട് ചോദിച്ച ചോദ്യം, പ്രവാചകരെ ഞങ്ങൾക്ക് ചോദ്യമുണ്ട്. ഇതാ ഈ മദീനത്തിന്റെ തെരുവിലൂടെ ഒരു മദ്യത്തിന്റെ പുഴ തന്നെ ഒഴുകിപ്പോയിട്ടുണ്ട്. ആ പുഴ ഒഴുകിപ്പോയ സ്ഥലത്ത് നിന്ന് പുല്ലുകൾ മുളച്ചു പൊന്തിയിട്ടുണ്ട്. ആ പുല്ലുകളെ ഞങ്ങളുടെ ഒട്ടകങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്. പ്രവാചകരെ, ആ ഒട്ടകങ്ങളുടെ മാംസം ഭക്ഷിക്കൽ ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കുന്ന ആ നവോത്ഥാനമുണ്ടല്ലോ, അതാണ് സമൂഹം ആഗ്രഹിക്കുന്ന നവോത്ഥാനം. നവോത്ഥാനം എന്ന പദം ഇങ്ങനെ പ്രയോഗിക്കുന്നത് കൊണ്ട് നവോത്ഥാനം ഉണ്ടാവുകയില്ല. നവോത്ഥാനം എന്ന് പറയുന്നത് നിർഭയത്വത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒന്നാണ്. അഥവാ ആരെങ്കിലും വെട്ടിവെച്ച വഴികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നവോത്ഥാനം എന്ന് ആവർത്തിക്കുന്നവരായി നമ്മൾ മാറുവാൻ പാടില്ല. മുന്നോട്ടുള്ള ഗമനത്തിന് നമ്മൾ വഴിവെട്ടേണ്ടതുണ്ട്. കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും കാലത്തിനപ്പുറത്ത് സ്വപ്നം കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, സാമൂഹിക സാഹചര്യങ്ങളെ വകഞ്ഞു മാറ്റാനുള്ള ഒരു നിർഭയത്വം തീരുമാനങ്ങൾ എടുക്കുമ്പോ ചുറ്റുപാടും നോക്കിക്കൊണ്ട് അവരെന്തു പറയും, ഇവരെന്തു പറയും എന്നുള്ള ശങ്ക നവോത്ഥാനത്തിന്റെ പ്രതിനിധികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അറിവിനെ ആർജിച്ചെടുക്കുക, അറിവിനെ ആയുധമാക്കി മാറ്റുക. വിജ്ഞാനത്തിന്റെ ധ്വജവാഹകരായിട്ടുള്ള ഒരു വലിയ സമൂഹത്തിന്റെ സമുദായത്തിന്റെ പിന്മുറക്കാരാണെന്നുള്ള ചരിത്രം ഓർത്തെടുക്കുവാനെങ്കിൽ നമ്മൾ ശ്രമിക്കുക. കാലത്തിനെ വായിക്കുവാൻ ശ്രമിക്കുക. ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളെ കണ്ടറിയുവാൻ സാധിക്കുക, തൊട്ടനുഭവിക്കുവാൻ സാധിക്കുക. നമ്മളിലേക്ക് ചുരുങ്ങാൻ പാടില്ല. ഞാൻ എന്നിലേക്കും എന്റെ നാട്ടിലേക്കും എന്റെ സംഘടനയിലേക്കും ചുരുങ്ങിപ്പോകുന്ന ഒരു സങ്കുചിത വർഗീയത നിലനിൽക്കുമ്പോ നമ്മളൊരു സംഘടന വർഗീയവാദികളാവാൻ പാടില്ല. ചുറ്റുപാടിലേക്ക് ഇസ്ലാമിന്റെ ആകാശം വിശാലമാണ്.
ഇസ്ലാമിന്റെ ആകാശം വിശാലമാണ്. ഹൃദയത്തിനെ വിശാലമാക്കുക, ലോകത്തിനെ അറിയുവാൻ ശ്രമിക്കുക. അങ്ങനെ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും പടവാഹകരാവുക. 100 വർഷം പിന്നിട്ടവരല്ല നമ്മൾ, 100 വർഷം മുന്നിട്ടവരാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് നവോത്ഥാനം. ആ നവോത്ഥാനത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വം ഏറെയേറെ ഗൗരവകരമാണെന്ന് അറിയുക. ഉത്തരേന്ത്യൻ തെരുവുകളിൽ തണുത്തു വിറച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ ഒരു കമ്പിളിപ്പുതപ്പിന്റെ ഒരു ശീല പോലുമില്ലാതെ അങ്ങനെ വിറച്ചു മരിച്ചു പോകുമ്പോ, ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു രാത്രി കൊണ്ട് നമ്മുടെ യുവത്വം കുടിച്ചു തീർത്തത് 44.3 കോടി രൂപയുടെ മദ്യമാണ്. നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഗൗരവം തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, MSMന്റെ പ്രതിനിധിയായി ഇവിടെ നിൽക്കുമ്പോ എനിക്ക് പറയാൻ ഒന്നുകൂടിയുണ്ട്. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കുഞ്ഞുമക്കൾ ആ തളിർനാമ്പുകളിൽ വിഷം തീണ്ടിക്കൊണ്ടിരിക്കുമ്പോ അത് കണ്ടു നിൽക്കുന്നവർ, നമ്മൾ തീർച്ചയായും നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. MSM ഇടപെടുന്നുണ്ട്, MSMനാവുന്നത് പോലെ ഇടപെടുന്നുണ്ട്. നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഇവിടുന്ന് കടന്നു പോകുമ്പോ ഒരു മഹാസാഗരമായിരുന്നു നമ്മൾ പിന്തിരിഞ്ഞു പോവുകയാണ്. ചെറിയ തോടുകളായി നമ്മളിങ്ങനെ ലയിച്ച് സമൂഹത്തിലേക്ക് അങ്ങനെ ലയിച്ചു തീരുമ്പോ അറിയേണ്ടത്, ഇവിടുന്ന് പൂരപ്പറമ്പിൽ നിന്ന് തിരിച്ചു പോകുന്നവരുടെ ആവേശമല്ല നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ ഊർജം ഉണ്ടായിരിക്കണം, ഭാവിയെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിരിക്കണം. ഇവിടെ നിന്ന് നേടിയത് ജീവിതത്തിൽ പകർത്തുവാനുള്ള ഒരു മനസ്ഥിതിയെങ്കിലും നമ്മളിൽ ഉണ്ടാവാൻ സാധിക്കേണ്ടതുണ്ട്. ഈ കർമ്മവീതിയിലാണ് പലരും പൊലിഞ്ഞു പോയത്. MSMന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റായിരുന്നു നജീബ് ക. എന്നെ പോലെയുള്ള പലരെയും ഈ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന നജീബ് ക നമ്മുടെ കൂടെ ഇല്ല. വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് ആ വിയർപ്പോടുകൂടി കടന്നുപോയ നജീബ് കയുടെ കുടുംബം, ആ കുടുംബത്തിനെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവർക്ക് അല്ലാഹു ക്ഷമിക്കുവാനുള്ള കരുത്ത് നൽകട്ടെ. അവർക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കട്ടെ. എത്രയെത്ര പേർ അസ്ലം പൂങ്ങോടിനെ പോലെയുള്ള MSMന്റെ പ്രവർത്തകർ ഈ രീതിയിലാണ് പൊലിഞ്ഞു പോയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അവരെയും അനുസ്മരിക്കുക. ഒന്നുകൂടി പറയുന്നു, ചരിത്രത്തിന്റെ അപനിർമ്മിതിയിൽ നമ്മൾ ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു പോയി ചകഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ഊർജത്തിനെ സംഭരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ISMന്റെ ഈ സമ്മേളനത്തിൽ നമ്മൾ ഈ യൗവനത്തിന്റെ കർമ്മശേഷിയിൽ അവരുടെ നെഞ്ചൂക്കോടെയുള്ള മുന്നോട്ടുള്ള ഗമനത്തിൽ ഞങ്ങളുണ്ട് പിന്നിൽ. MSMന്റെ പ്രവർത്തകരും പിന്നിലുണ്ട്. ആർജവത്തോടുകൂടി അതിന് പടയണി കെട്ടുവാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.